ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുന്നുവെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഇന്ത്യയുടെ രൂപം തന്നെ മാറും. ഞാനിത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പറയുന്നതല്ല. ആ ഒരു സാഹചര്യമാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുന്നത് അതിന്റെ നിലവിലെ ജനാധിപത്യ സംവിധാനത്തിൽ സമൂലമായ മാറ്റമുണ്ടാക്കും. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും ചരിത്രങ്ങളുമുള്ള ഒരു രാജ്യം വർഗരഹിതമായ സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ ഘടനയുമായി എങ്ങനെ പൊരുത്തപ്പെടും എന്നത് ഒരു ചോദ്യമാണ്. അത്തരമൊരു സംവിധാനത്തിൽ സർക്കാർ തന്നെ ഉൽപാദന മാർഗങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ അതിന്റെ സമ്പദ് വ്യവസ്ഥ, സമൂഹം, സംസ്കാരം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഭരണം എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കമ്മ്യൂണിസത്തിന്റെ ചരിത്രം, ഈ പ്രത്യയശാസ്ത്രവുമായുള്ള ഇന്ത്യയുടെ പൊരുത്തം, ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയുടെ സാധ്യതകൾ, വെല്ലുവിളികൾ, അനന്തരഫലങ്ങൾ എന്നിവ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും വിഭാവനം ചെയ്ത കമ്മ്യൂണിസം വർഗവ്യത്യാസങ്ങളോ സ്വകാര്യ സ്വത്തോ ലാഭമോ ഇല്ലാത്ത ഒരു സമൂഹത്തിനായി വാദിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ എല്ലാ വിഭവങ്ങളും, വ്യവസായങ്ങളും, ഭൂമിയും ഉൽപാദനം ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിലാണ്. വരുമാന അസമത്വം, സാമൂഹിക ശ്രേണി, മുതലാളിത്തം എന്നിവ ഇല്ലാതാക്കാനും കമ്മ്യൂണിസം ലക്ഷ്യമിടുന്നു. ആദർശപരമായി എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലഭിക്കുകയും അവരുടെ കഴിവിനനുസരിച്ച് സംഭാവന നൽകുകയും ചെയ്യുന്നു. ചരിത്രപരമായി സോവിയറ്റ് യൂണിയൻ, ചൈന, ക്യൂബ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യത്യസ്ത അളവിലുള്ള വിജയത്തോടെ കമ്മ്യൂണിസം നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിദ്ധാന്തം സമത്വത്തെയും സാമൂഹിക ക്ഷേമത്തെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യം പലപ്പോഴും സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കും വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിലേക്കും സാമ്പത്തിക കാര്യക്ഷമതയില്ലായ്മയിലേക്കും നയിക്കുന്നു. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്മിശ്ര സമ്പദ്വ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യ പിന്തുടരുന്നത്. ആദ്യ ദശകങ്ങളിലെ കോൺഗ്രസ് പാർട്ടിയുടെ സോഷ്യലിസം ചായ്വുള്ള നയങ്ങൾ, പിന്നീട് 1990-കളിൽ അവതരിപ്പിച്ച കൂടുതൽ വിപണി സൗഹൃദ പരിഷ്കാരങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തിയത്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും നിയമവാഴ്ച നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു മൾട്ടി പാർട്ടി സംവിധാനം ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള പാർട്ടികളിലൂടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കമ്മ്യൂണിസം ഒരിക്കലും ദേശീയ അധികാരം കൈവശപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രാദേശിക രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുകയാണെങ്കിൽ അതിന്റെ നിലവിലെ ജനാധിപത്യ ഘടനകൾ, സാമ്പത്തിക നയങ്ങൾ, സാമൂഹിക സംവിധാനങ്ങൾ എന്നിവയിൽ കാര്യമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ ആദ്യ മാറ്റങ്ങളിലൊന്ന് നിലവിലുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുക എന്നതായിരിക്കും. മിക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഉള്ളതുപോലെ മൾട്ടി പാർട്ടി സംവിധാനത്തിന് പകരം ഒരു ഏകകക്ഷി സംവിധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേന്ദ്രീകൃത അധികാരത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും. ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പുകൾ നിലവിലില്ലായിരിക്കാം, അല്ലെങ്കിൽ അവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന നിയന്ത്രണത്തിലായിരിക്കും. സർക്കാർ വ്യക്തിഗത സ്വാതന്ത്ര്യത്തെക്കാൾ കൂട്ടായ ക്ഷേമത്തിന് മുൻഗണന നൽകും. സർക്കാരിനെതിരായ വിയോജിപ്പ് വിപ്ലവ വിരുദ്ധവും അടിച്ചമർത്തലിന് വിധേയവുമാണെന്ന് കണക്കാക്കാം. അധികാര കേന്ദ്രീകരണം സ്വേച്ഛാധിപത്യത്തിലേക്കും നയിച്ചേക്കാം. ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ കുറച്ച് നേതാക്കളുടെയോ പോളിറ്റ് ബ്യൂറോയുടെയോ കൈകളിൽ അധികാരം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പങ്കാളിത്തം പരിമിതപ്പെടുത്തുന്നു. സംസ്ഥാനങ്ങൾക്ക് നിലവിൽ ഗണ്യമായ സ്വയംഭരണാവകാശമുള്ള ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ അത്തരമൊരു സംവിധാനത്തിന് വെല്ലുവിളിക്കാൻ കഴിയും. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് പ്രാദേശിക സർക്കാരുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടാം. ഇത് കേന്ദ്ര അധികാരികളും പ്രാദേശിക സമൂഹങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിവർത്തനം അതിന്റെ സമ്പദ് വ്യവസ്ഥയിലായിരിക്കും. ഇന്ത്യയിലെ നിലവിലെ സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സോഷ്യലിസ്റ്റ് ഘടകങ്ങളുടെ സംയോജനമാണ്. കൂടെ സ്വകാര്യ പൊതുമേഖലയ്ക്കും വികസനത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ സ്വകാര്യ സ്വത്തും സ്വകാര്യ സംരംഭങ്ങളും നിർത്തലാക്കപ്പെടും. ഭൂമി, ഫാക്ടറികൾ, വിഭവങ്ങൾ എന്നിവ ദേശസാൽക്കരിക്കപ്പെടുകയും എല്ലാ ഉൽപാദന മാർഗങ്ങളും സംസ്ഥാനം നിയന്ത്രിക്കുകയും ചെയ്യും. വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ ചെറുകിട ബിസിനസ്സുകൾ മുതൽ വൻകിട കോർപ്പറേഷനുകൾ വരെയുള്ള എല്ലാ വ്യവസായങ്ങളും സർക്കാർ നിയന്ത്രണത്തിലാക്കും. ഏതൊക്കെ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്ന്, അവ എങ്ങനെ വിതരണം ചെയ്യണമെന്നും, ഏത് വിലയ്ക്ക്
വിലയ്ക്കാണെന്നും സർക്കാർ തീരുമാനിക്കും. ഇത് സ്വകാര്യ കമ്പനികൾ വിതരണത്തിന്റെയും ആവശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ലാഭത്തിൽ അധിഷ്ഠിതമായ ഉൽപാദനത്തിന്റെ മുതലാളിത്ത മാതൃകയെ ഇല്ലാതാക്കും. സിദ്ധാന്തത്തിൽ ലാഭം നേടുന്നതിന് പകരം സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സർക്കാർ സംവിധാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അസമത്വം കുറയ്ക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് റിലയൻസ് അല്ലെങ്കിൽ ടാറ്റ പോലുള്ള വലിയ കോർപ്പറേഷനുകൾക്ക് പകരം ടെലികമ്മ്യൂണിക്കേഷൻ, മാനുഫാക്ചറിംഗ്, റീറ്റെയിൽ തുടങ്ങിയ വ്യവസായങ്ങൾ സർക്കാർ നടത്തുമായിരിക്കും. എന്നാൽ വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം വെല്ലുവിളികൾ ഉയർത്തുന്നു. സർക്കാർ നടത്തുന്ന സംരംഭങ്ങൾ പലപ്പോഴും കാര്യക്ഷമതയില്ലായ്മ, നവീകരണത്തിന്റെ അഭാവം, അഴിമതി എന്നിവയാൽ ബുദ്ധിമുട്ടും. മത്സരമില്ലാതെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രോത്സാഹനം കുറവാണ്. ഇത് സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്നു. കൂടാതെ കാർഷിക സേവന മേഖലകളെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ വൈവിധ്യമാർന്നതും സങ്കീർണവുമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ക്ഷാമമോ അമിത ഉൽപാദനമോ ഒഴിവാക്കാൻ സങ്കീർണമായ ആസൂത്രണം ആവശ്യമാണ്. കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോള സാങ്കേതിക വിദ്യയിലെയും വിപണികളിലെയും ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടിയേക്കാം. സമ്പത്തും വിഭവങ്ങളും പുനർവിതരണം ചെയ്തുകൊണ്ട് വർഗവിവേചനം ഇല്ലാതാക്കാനാണ് കമ്മ്യൂണിസം ശ്രമിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഒരു കേന്ദ്ര വിഷയമായിരിക്കും. ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ചെറുകിട കൃഷിയെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് സമൂലമായ ഭൂമി പുനർവിതരണം കാണാൻ കഴിയും. വലിയ ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുകയും ഭൂരഹിതർക്കിടയിൽ പുനർവിതരണം ചെയ്യുകയും അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഫാമുകളിലേക്ക് കൂട്ടത്തോടെ വിതരണം ചെയ്യുകയും ചെയ്യും. ഇത് ഗ്രാമീണ ദരിദ്രർക്ക് ഗുണം ചെയ്യുകയും സമ്പന്നരായ ഭൂ ഉടമകളും നാമമാത്ര കർഷകരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയും ചെയ്യും. എന്നിരുന്നാലും നിർബന്ധിത കൂട്ടായ്മ പലപ്പോഴും അശാന്തിയിലേക്കും കാര്യക്ഷമതയില്ലായ്മയിലേക്കും നയിക്കുന്നുവെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിൽ കർഷകർ തങ്ങളുടെ ഭൂമിയുടെ സർക്കാർ നിയന്ത്രണത്തെ എതിർത്തതിനാൽ വ്യാപകമായ ക്ഷാമത്തിന് കാരണമായി. കൃഷി ആഴത്തിലുള്ള സംസ്കാരമുള്ള ഇന്ത്യയിൽ വ്യക്തിഗത കൃഷിയിൽ നിന്ന് കൂട്ടായ കൃഷിയിലേക്കുള്ള മാറ്റം സമാനമായ പ്രതിരോധം നേരിടേണ്ടി വരും. കൂടാതെ സ്വകാര്യ ആനുകൂല്യങ്ങളുടെ അഭാവം കർഷകരെ നിരുത്സാഹപ്പെടുത്തുകയും കാർഷിക ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്യും. കമ്മ്യൂണിസത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് വരുമാന അസമത്വം ഇല്ലാതാക്കുക എന്നതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലഭിക്കും. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വരുമാന വിടവ് ഗണ്യമായി കുറയും. എല്ലാവർക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം, സാമൂഹിക സേവനങ്ങൾ എന്നിവ സർക്കാർ നൽകുകയും സൈദ്ധാന്തികമായി ജനങ്ങൾക്ക് ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കുകയും ചെയ്യും. അസമത്വം കുറയ്ക്കുക എന്നത് ഒരു മഹത്തായ ലക്ഷ്യമാണെങ്കിലും ഇന്ത്യയെപ്പോലെ വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്ത് അത്തരം നയങ്ങൾ നടപ്പാക്കുന്നത് സങ്കീർണമായേക്കാം. വരുമാന പുനർവിതരണത്തോടുള്ള ടോപ്പ് ഡൗൺ സമീപനം വിവിധ സമുദായങ്ങളുടെയും പ്രദേശങ്ങളുടെയും ആവശ്യങ്ങൾ വേണ്ടത്ര അഭിസംബോധന ചെയ്തേക്കില്ല. മാത്രമല്ല, മത്സരത്തിന്റെയും പുതുമയുടെയും അഭാവം മൂലം സ്തംഭനാവസ്ഥയിലായ സമ്പദ് വ്യവസ്ഥ ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ജീവിത നിലവാരം കുറയുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. ജാതി, മതം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ വേരൂന്നിയ വിഭജനങ്ങളുള്ള ഇന്ത്യയുടെ സാമൂഹിക ഘടന സങ്കീർണമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ വർഗവിവേചനം ഇല്ലാതാക്കാൻ ശ്രമിക്കുമെങ്കിലും അത് എങ്ങനെ ജാതിയെയും മതപരമായ സ്വത്വത്തെയും നയിക്കും എന്നത് ഒരു നിർണായക ചോദ്യമാണ്. ചരിത്രപരമായി ദശലക്ഷക്കണക്കിന് ആളുകളുടെ സാമൂഹിക സാമ്പത്തിക നില നിർണയിക്കുന്ന കർക്കശമായ സാമൂഹിക ശ്രേണിയാണ് ഇന്ത്യയുടെ ജാതി സമ്പ്രദായം. ഇന്ത്യൻ ഭരണഘടന തൊട്ടുകൂടായ്മയെ നിയമവിരുദ്ധമാക്കുകയും എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജാതി വിവേചനം നിലനിൽക്കുന്നു. വർഗസമരത്തിന് ഊന്നൽ നൽകുന്ന കമ്മ്യൂണിസം ജാതി വിവേചനം ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാം. ഭൂമി പുനർവിതരണത്തിനും വിഭവങ്ങളുടെ ദേശസാൽക്കരണത്തിനും സിദ്ധാന്തത്തിൽ ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളായ ദളിതുകളുടെയും ആദിവാസികളുടെയും പദവി ഉയർത്താൻ കഴിയും. എന്നാൽ ജാതി ഒരു സാമ്പത്തിക വ്യത്യാസം മാത്രമല്ല, ആഴത്തിലുള്ള സാംസ്കാരികവും സാമൂഹികവുമായ ഒന്നുകൂടിയാണ്. ചരിത്രപരമായി അധികാരവും സമ്പത്തും കൈവശമുള്ള പ്രബല ഗ്രൂപ്പുകളിൽ നിന്ന് ജാതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് കാര്യമായ പ്രതിരോധം നേരിടേണ്ടി വന്നേക്കാം. മാത്രമല്ല, ജാതി സ്വത്വം പലപ്പോഴും മതപരമായ ആചാരങ്ങളുമായും വിശ്വാസങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വർഗരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള കമ്മ്യൂണിസ്റ്റ് അജണ്ടയെ സങ്കീർണമാക്കും. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നിരീശ്വരവാദമോ മതേതരത്വമോ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ മതസ്ഥാപനങ്ങൾക്ക് സമൂഹത്തിൽ അവരുടെ സ്വാധീനം നഷ്ടപ്പെടാം. ക്ഷേത്രങ്ങൾ, പള്ളികൾ, മറ്റ് മതസ്വത്തുകൾ എന്നിവ ദേശസാൽക്കരിക്കപ്പെടുകയും മത നേതാക്കൾക്ക് അവരുടെ പരമ്പരാഗത അധികാരം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. വ്യക്തിഗത മതപരമായ ആചാരങ്ങളെക്കാൾ കൂട്ടായ ക്ഷേമത്തിന് സർക്കാർ ഊന്നൽ നൽകുന്നത് ഭരണകൂടവും മതസമൂഹങ്ങളും തമ്മിലുള്ള പിരിമുറുക്കത്തിലേക്ക് നയിച്ചേക്കാം. മതം ഐക്യത്തിന്റെയും വിഭജനത്തിന്റെയും ഉറവിടമായ ഒരു രാജ്യത്ത് മതപരമായ ആവിഷ്കാരത്തെ അടിച്ചമർത്തുന്നത് സാമൂഹിക അസ്വസ്ഥതയിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യക്ക് വർഗീയ കലാപങ്ങളുടെ ചരിത്രമുണ്ട്.
മതസ്വാതന്ത്ര്യം തടയുന്നതിനുള്ള ഏതൊരു ശ്രമവും വിവിധ സമുദായങ്ങളിൽ നിന്ന് ചെറുത്തുനിൽപ്പിന് കാരണമായേക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും സാർവത്രികവും സർക്കാർ സൗജന്യമായി നൽകുന്നതുമാണ്. ഇത് കമ്മ്യൂണിസത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ഓരോ പൗരനും ചെലവിന്റെ ഭാരം കൂടാതെ അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന ആശയം. സിദ്ധാന്തത്തിൽ ഇത് കൂടുതൽ വിദ്യാസമ്പന്നരും ആരോഗ്യമുള്ളവരുമായ ജനസംഖ്യയിലേക്ക് നയിച്ചേക്കാം. കാരണം പ്രവേശനത്തിലുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കപ്പെടും. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പലപ്പോഴും സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ച് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഊന്നൽ നൽകുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ സംസ്ഥാനം വിദ്യാഭ്യാസത്തിനായി വളരെയധികം നിക്ഷേപം നടത്തിയേക്കാം. പ്രത്യേകിച്ച് ഗുണനിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഇപ്പോഴും പരിമിതമായ ഗ്രാമപ്രദേശങ്ങളിൽ. സാക്ഷരതാ നിരക്ക് വർദ്ധിക്കുകയും സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും കൂടുതൽ പ്രാപ്യമാവുകയും ചെയ്യും. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിനു മേലുള്ള ഭരണകൂട നിയന്ത്രണം ചിന്താ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ചരിത്രപരമായി വിദ്യാഭ്യാസത്തെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബദൽ കാഴ്ചപ്പാടുകൾ അടിച്ചമർത്തപ്പെടുന്നതിനുമുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഭൗതിക സ്വാതന്ത്ര്യം സർവകലാശാലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മൂലക്കല്ലായ ഇന്ത്യയിൽ ഇത് അക്കാദമിക് നവീകരണത്തെയും വിയോജിപ്പിനെയും തടസ്സപ്പെടുത്തും. ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ദീർഘകാലമായി അപര്യാപ്തമായ ധനസഹായം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, അസമമായ ലഭ്യത എന്നിവയാൽ ബുദ്ധിമുട്ടുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനം ആരോഗ്യ പരിരക്ഷ മെച്ചപ്പെടുത്തുന്നതിലും കൂടുതൽ ആശുപത്രികൾ നിർമ്മിക്കുന്നതിലും എല്ലാവർക്കും വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇത് ഗ്രാമീണ അർഹത കുറഞ്ഞ പ്രദേശങ്ങളിലെ ആരോഗ്യ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തും. എന്നാൽ അത്തരമൊരു സംവിധാനത്തിന്റെ വിജയം വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള സർക്കാരിന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. കാര്യക്ഷമതയില്ലായ്മയോ അഴിമതിയോ സംവിധാനത്തെ ബാധിക്കുകയാണെങ്കിൽ ആരോഗ്യ സേവനങ്ങൾ വഷളായേക്കാം. ഇത് കൂടുതൽ കാത്തിരിപ്പ് സമയത്തിലേക്കും കുറഞ്ഞ ചികിത്സയിലേക്കും നയിച്ചേക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യക്ക് എല്ലാ പൗരന്മാർക്കും പാർപ്പിടം, ഭക്ഷണം, തൊഴിൽ എന്നിവ ഉറപ്പു നൽകുന്ന ശക്തമായ ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടായിരിക്കാം. ആരും പട്ടിണി കിടക്കുകയോ ഭവനരഹിതരാകുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുകയും സാമൂഹിക സുരക്ഷ ശക്തമാക്കുകയും ചെയ്യും. സൗജന്യ പാർപ്പിടം, സാർവത്രിക അടിസ്ഥാന വരുമാനം തുടങ്ങിയ പദ്ധതികൾക്ക് ദാരിദ്ര്യം കുറയ്ക്കാനും ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും. കമ്മ്യൂണിസത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനം അതിന്റെ വിദേശ നയത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തും. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമെന്ന നിലയിൽ അമേരിക്ക, പടിഞ്ഞാറൻ യൂറോപ്പ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഇന്ത്യ ചൈന, ക്യൂബ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കും. പടിഞ്ഞാറുമായും കിഴക്കുമായും ശക്തമായ ബന്ധമുള്ള ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം നാടകീയമായി മാറും. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ഭീമനായ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ സങ്കീർണമാകും. ഇരു രാജ്യങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പങ്കിടുന്നുവെങ്കിലും ചരിത്രപരമായ സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും ബന്ധത്തെ വഷളാക്കിയേക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ നയതന്ത്രത്തിലൂടെ ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ അത് ഏഷ്യയിൽ സ്വാധീനത്തിനായുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്നതിനും കാരണമായേക്കാം. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പരമ്പരാഗതമായി കമ്മ്യൂണിസത്തെ എതിർത്തിരുന്നതിനാൽ ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഉപരോധം നേരിടുകയോ മുതലാളിത്ത രാജ്യങ്ങളുമായുള്ള വ്യാപാരം കുറയ്ക്കുകയോ ചെയ്യുന്നത് സാമ്പത്തിക വെല്ലുവിളികളിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും ഇന്ത്യ മറ്റ് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും സഖ്യങ്ങളുടെ ഒരു പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. സാംസ്കാരികമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ ഗണ്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകും. നിലവിൽ ഒരു പരിധിവരെ സ്വാതന്ത്ര്യത്തോടും സർഗാത്മകതയോടും കൂടി പ്രവർത്തിക്കുന്ന കലാമാധ്യമങ്ങൾ, വിനോദ വ്യവസായങ്ങൾ എന്നിവ സർക്കാർ നിയന്ത്രണത്തിലാകാൻ സാധ്യതയുണ്ട്. പുതിയ പ്രത്യയശാസ്ത്രത്തിന് ചേരാത്ത പരമ്പരാഗതവും മതപരവുമായ ആചാരങ്ങളെ അടിച്ചമർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളുമായി പൊരുത്തപ്പെടുന്ന സംസ്കാരത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മാറ്റങ്ങളിലൊന്ന് മാധ്യമങ്ങളിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലുമായിരിക്കും. രാഷ്ട്രീയ, കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങളിൽ നിന്ന് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നിലവിൽ ഇന്ത്യക്ക് താരതമ്യേന സ്വതന്ത്രമായ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് കർശനമായ മാർഗനിർദ്ദേശങ്ങളോടെ മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കാം. വിയോജിപ്പുള്ള ശബ്ദങ്ങളോ സർക്കാരിനെ വിമർശിക്കുന്നതോ ഒരുപക്ഷെ സെൻസർ ചെയ്യപ്പെടുകയും ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്ന പ്രചാരണങ്ങൾ തരംഗങ്ങളിൽ ആധിപത്യം പുലർത്തുകയും ചെയ്യും. കലയ്ക്കും സമാനമായ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. സർക്കാർ സ്പോൺസർ ചെയ്യുന്ന കലയും സാഹിത്യവും കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതേസമയം ഭരണകൂടത്തെ വിമർശിക്കുന്ന ആവിഷ്കാര രൂപങ്ങൾ അടിച്ചമർത്തപ്പെട്ടേക്കാം. ഇത് നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഊർജ്ജസ്വലവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക ഭൂപ്രകൃതിയെ തടസ്സപ്പെടുത്തും. ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുക എന്ന ആശയം കൗതുകകരവും സങ്കീർണവുമാണ്. കമ്മ്യൂണിസം സമത്വം, സാമൂഹിക ക്ഷേമം, ദാരിദ്ര്യമില്ലാതാക്കൽ എന്നിവ വാഗ്ദാനം ചെയ്യുമ്പോൾ ഇന്ത്യയെപ്പോലുള്ള വൈവിധ്യമാർന്നതും
ജനാധിപത്യപരവുമായ ഒരു രാജ്യത്ത് അത് നടപ്പാക്കുന്നത് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കേന്ദ്രീകൃത നിയന്ത്രണം, വിയോജിപ്പുകളെ അടിച്ചമർത്തൽ, സർക്കാർ സംരംഭങ്ങളിലെ കാര്യക്ഷമതയില്ലായ്മ എന്നിവ രാജ്യത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തും. മാത്രമല്ല, ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഏകീകൃത പ്രവണതകളുമായി ഏറ്റുമുട്ടിയേക്കാം. ആത്യന്തികമായി ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിലേക്കുള്ള പരിവർത്തനം അതിന്റെ നിലവിലെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുള്ള സമൂലമായ വ്യതിചലനമായിരിക്കും. അത്തരം ഒരു പരിവർത്തനം കൂടുതൽ നീതിയുക്തവും തുല്യവുമായ സമൂഹത്തിലേക്ക് നയിക്കുമോ അതോ സ്വേച്ഛാധിപത്യത്തിനും സാമ്പത്തിക സ്തംഭനത്തിനും കാരണമാകുമോ എന്നത് തർക്കവിഷയമാണ്. കമ്മ്യൂണിസം അസമത്വത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെയും നവീകരണത്തിന്റെയും അടിച്ചമർത്തലാകും വരുന്നതെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യയെപ്പോലുള്ള വലുതും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തിന്റെ പരീക്ഷണം വിപ്ലവകരവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന് സംശയമില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.